ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ വന്നത്. ഈ സ്റ്റോക്സ് എന്താണെന്ന് പോലും അറിയാതെയാണ് ഞാൻ വന്നത്. എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയേണ്ടതെന്നുള്ള കാരണം എനിക്ക് തോന്നുന്നു ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിനാണ് നമ്മൾ നൽകേണ്ടതെന്നാണ്. പിന്നെ ഈ മണി മാനേജ്മെൻ്റ് ഒന്നും മെയിനായിട്ട് യൂട്യൂബിലൊന്നും കാര്യമായിട്ട് പറഞ്ഞൊന്നും തരുന്നില്ല. ഹായ്, എൻ്റെ പേര് സുന്ദർ. ഞാൻ പാലക്കാട് നിന്ന് വരികയാണ്. മില്യൺ ഓഗസ്റ്റ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ട്രേഡിംഗ് എൻ്റെ ഏട്ടൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതായിരുന്നായിരുന്നു. പിന്നെ എനിക്ക് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയാസ് ഗൂഗിളൊക്കെ ഫസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഈ മില്യൺ ഡോട്ട്സിൻ്റെ തന്നെയായിരുന്നു വന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കി. അപ്പോൾ എനിക്ക് സംസാരത്തിൽ കുറച്ച് കൺവിൻസിങ് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫാമിലീനെ ഏട്ടനെയൊക്കെ വിളിച്ചൊന്ന് സംസാരിച്ചപ്പോൾ അവരും ഓക്കെയാണ്, നീ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പറഞ്ഞപ്പോൾ ഓഫ്ലൈനാണ് എനിക്ക് ബെറ്ററായി തോന്നുന്നത്. കാരണം ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഓഫ്ലൈനെ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുള്ളൂ. കാരണം ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ കോളേജ് കൊറോണ സമയത്ത്. അപ്പോൾ അത് എനിക്ക് വലിയ യൂസായി തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഓഫ്ലൈൻ ബാച്ച് തന്നെ ആവുള്ളൂ. അതാണ് പറഞ്ഞാൽ മെൻറ്റേഴ്സായിട്ട് നന്നായി കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൂടുതൽ എനിക്കിത് പഠിക്കണം കുറേ ആഗ്രഹമുള്ളതുകൊണ്ട് ഇതിൽ വന്നത് തന്നെയാണ്. കുറേ കാലമായിട്ട് എനിക്ക് കേൾവി ഉണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ലായിരുന്നു. അത് പഠിക്കണം എന്നുള്ളൊരു ഭയങ്കര ഇതിൽ വന്നത് തന്നെയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാത്ത കാരണമാണ് എല്ലാവരും ഇതൊരിതായി കാണുന്നത്. നമ്മൾ അറിഞ്ഞു വരുമ്പോൾ ഇത് എല്ലാവർക്കും പോസിബിലിറ്റി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ തന്നെ ഏജ് കൂടിയ ആൾക്കാരും ഉണ്ടായിരുന്നു, ഏജ് ഭയങ്കര കമ്മിയായിട്ടുള്ളവരും ഉണ്ടായിരുന്നു. അത് കാരണം പോസിബിലിറ്റി ഉള്ള സംഭവം തന്നെയാണ്. ഓരോ ആളുടെ കേപ്പബിലിറ്റി അനുസരിച്ച് ഇരിക്കും. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ കുറേ പേരുണ്ടായിരുന്നു പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യണതും കുറച്ച് ക്യാപ്ചർ ചെയ്യാൻ ടൈം എടുക്കണതും. അപ്പോൾ അതിനനുസരിച്ചിരിക്കും നമ്മൾ ചെയ്യണതിനനുസരിച്ചും നമ്മുടെ ഹാർഡ് വർക്കിനനുസരിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിനാണ് നമ്മൾ നൽകേണ്ടതെന്നാണ്. കാരണം റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്തില്ല പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ലോസിലും വരാം. പിന്നെ അതിനെ നമ്മളൊരു വെറുക്കാനും തോന്നും, പെട്ടെന്ന് ലോസ് കൂടുതൽ വരും. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യണം പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ അങ്ങനെ ഇതായി കാണില്ല. ആ ലോസ് വന്നു പറഞ്ഞാൽ ഞാൻ എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് തിരുത്തി അടുത്ത പ്രാവശ്യം ആ തെറ്റ് വരാതെ നോക്കാൻ കൂടുതൽ ശ്രമിക്കാറില്ല. ഇല്ല, അതൊരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ആ ഫസ്റ്റ് അറിഞ്ഞു വരാത്ത കാരണമാണ് എല്ലാവരും ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായി ഡീപ്പായി പഠിക്കുമ്പോൾ അതൊരു ഗാംബ്ലിംഗ് അല്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സ്വയം പഠിക്കണം പറഞ്ഞാൽ നമ്മുടെ തെറ്റും ശരിയും കറക്റ്റായിട്ടുള്ള പറഞ്ഞുതരാൻ ആളില്ലാത്ത കാരണം അത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ മണി മാനേജ്മെൻ്റ് ഒന്നും മെയിനായിട്ട് യൂട്യൂബിലൊന്നും കാര്യമായിട്ട് പറഞ്ഞൊന്നും തരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ വരുമ്പോഴാണ് നമുക്ക് ഈ മണി മാനേജ്മെൻറ്റും റിസ്ക് എങ്ങനെ ഇതാക്കണം എന്നുള്ളതും നമ്മുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നത്. അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം നമ്മൾ എത്ര പ്രാവശ്യം ഡൗട്ട് ചോദിച്ചാലും ഒരു മടിയും കൂടാണ്ട് അവർ എത്ര നേരം വേണ്ട സമയം എടുത്തിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിപ്പിച്ചിട്ട് അവരും മാറണമെന്നുള്ളൂ. അത് എത്ര സമയമായാലും അവർക്ക് അത് വിഷയമില്ല. നമ്മളത് കൂടുതലും കണ്ടിതാവുമ്പോൾ ഫസ്റ്റൊക്കെ എനിക്കും പൈസ പോകുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. അടുത്തതിൽ തന്നെ അടുത്ത ട്രേഡ് എടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ പൈസ സെറ്റ് ചെയ്ത് ഇതാക്കണം, ഇത് റിക്കവർ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റായിരുന്നു. പിന്നെ സാർമാരുടെ ക്ലാസ് സാർമാരിങ്ങനെ നമുക്ക് കൺവിൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്ന കാരണം അതൊരു ഇതായി മാറി. എനിക്ക് നല്ല അഭിപ്രായമാണ്. ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ വന്നത്. ഈ സ്റ്റോക്സ് എന്താണെന്ന് പോലും അറിയാതെയാണ് ഞാൻ വന്നത്. എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയേണ്ടതെന്നുള്ള കാരണം ഇവിടുത്തെ മെൻറ്റേഴ്സും മില്യൺ ഡോട്ട്സിൻ്റെ ഒരു ഹെൽപ്പും തന്നെയാണ്. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളൊരു കാര്യമാണ്.